തട്ടിക്കൂട്ട് മുന്നണി എന്നാണ് ഭരണകക്ഷി ഇന്ത്യ സഖ്യത്തെ വിശേഷിപ്പിക്കുന്നത്. എങ്കിലും മുൻകാല തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇക്കുറി കരുത്തരായ പ്രതിപക്ഷം ഉണ്ടായിരിക്കുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയുമാണ്. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് മുന്നണിയിൽ കല്ലുകടി ഉടലെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മുന്നണിയിലും ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. ഇതിനുള്ള സാധ്യതകൾ പാർട്ടി പരിശോധിക്കുകയാണെന്ന് ശിവസേന വൃത്തങ്ങൾ സൂചന നൽകിയതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ശിവസേന തുടങ്ങിയെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. ജൂൺ 12 നടന്ന പാർട്ടിയുടെ യോഗത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നതായാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർട്ടി യോഗത്തിൽ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ NCPക്കായി വിട്ടുവീഴ്ച നടത്താൻ ശിവസേനയും കോൺഗ്രസും തീരുമാനിച്ചിരുന്നു. NCPക്ക് വേണ്ടി സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നു. മുംബൈ ഗ്രാജ്വേറ്റ് മണ്ഡലം, കൊങ്കൺ ഗ്രാജ്വേറ്റ് മണ്ഡലം, മുംബൈ ടീച്ചേഴ്സ് മണ്ഡലം, നാസിക് ടീച്ചേഴ്സ് മണ്ഡലം എന്നിവയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 26 നടക്കും. ജൂലൈ 1 ഫലപ്രഖ്യാപനം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് മറ്റു ഘടകകക്ഷികളെ സംബന്ധിച്ച് കുറവാണ്. 17 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 13ഉം 10 സീറ്റിൽ മത്സരിച്ച NCP 8 സീറ്റ് വീതവുമാണ് നേടിയത്. എന്നാൽ 21 സീറ്റിൽ മത്സരിച്ച UBT 9 മണ്ഡലങ്ങളിൽ മാത്രമേ വിജയം കണ്ടുള്ളൂ. സീറ്റുകളിലുള്ള ഈ വ്യത്യാസവും പാർട്ടി വിലയിരുത്തുമെന്നാണ് റിപ്പോർട്ട്.